പണ്ട് ഈ സെന്തിൽ കൗണ്ടമണി ആ ഒരു തമാശയാണ് ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് നമ്മൾ കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത്. ജാഫർ സഖാഫി അൽ അസ്ഹരി എന്നൊക്കെ പറയുന്ന നമ്മുടെ എ പി ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ ഒക്കെ സമാനമായിട്ടുള്ള ബിരുദം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പലതും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ നിലവാരത്തിലുള്ള തമാശകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഇന്ന് എടുക്കുമ്പോൾ ആ തമാശ ശകലം കൂടി നിങ്ങളെ കേൾപ്പിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. എന്തായാലും ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയുള്ള ആളാണ്. ഭയങ്കരമായിട്ടുള്ള ബുദ്ധി കൂർമ്മതയുള്ള ആള്. ഏത് വിമർശകന്റെയും ചോദ്യത്തെ മുനയൊടിച്ച് കളയാൻ പര്യാപ്തമായ ന്യായങ്ങൾ കയ്യിലുള്ള, അഗാധമായ പാണ്ഡിത്യവും വൈഭവവും കയ്യിലുള്ള ആളാണ് എന്ന് സ്വയം വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ചട്ടം കെട്ടിയ ഒരു വിശ്വാസി അവിശ്വാസിയായിട്ട് അവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നു, വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നു, വിശ്വാസികളുടെ വെല്ലുവിളി നിറഞ്ഞ ചോദ്യങ്ങൾ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഉസ്താദ് ഈ ചോദ്യം ചോദിക്കുന്ന അവിശ്വാസിയെ, ഉസ്താദിന്റെ തന്നെ ഒരു അരുമ ശിഷ്യനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാരിൽ ആരെങ്കിലും ആയിരിക്കും, അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കുന്ന അതിദയനീയമായ കാഴ്ച. അപ്പൊ നമുക്ക് തുടങ്ങാം. വേറെ കൂടുതൽ ഇനി പറഞ്ഞ് ഉസ്താദിന്റെ ആ ഒരു ഇൻട്രോന്റെ ഫ്ലോ കളയുണ്ടാവും. മതം വേണോ മനുഷ്യന് എന്നുള്ള ഒരു വിഷയം ഇന്നിങ്ങനെ പൊതുസമൂഹത്തിന്റെ അടിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മതം വേണോ മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് മതം തന്നെ വേണോ എന്നുള്ള ഒരു രൂപം ഉയർന്നു വരുന്നത്. ഉസ്താദിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഏകദേശം ഉസ്താദിന്റെ ആ കാര്യത്തിൽ അത് എത്ര ലാഘവത്തോടെയാണ് ഇത്രയും വലിയൊരു ചോദ്യത്തെയൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഗാംഭീര്യം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എത്ര നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നാണ്. അപ്പൊ മതം വേണോ മനുഷ്യന് എന്നാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതൊരു ഭാഗത്ത് നിൽക്കുന്നതിന് പുറമെയാണിപ്പം മതം വേണോ മനുഷ്യന് എന്ന് ചോദിച്ചിട്ട് വിശ്വാസികളിൽ തന്നെ ചില ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ അതിനോട് എന്താണ് ഉസ്താദെ, എന്താണ് ഇപ്പൊ നിങ്ങളെ ആ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം എന്നാണ് ഇപ്പൊ അറിയേണ്ടത്. അപ്പൊ ഉസ്താദ് തിരിച്ചു വെച്ച് അല്ലപ്പോ ഈ മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? മതം എന്ന് പറയുന്നത് മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ നിരാകരണം, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യ നിരാകരണം, സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നുള്ളത് തന്നെ പക്ക പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ. മതം എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ. ഇനി മതം എന്നാൽ എന്ത്? ചോദ്യത്തിന് ഉത്തരം അറിയാത്തവർ എഴുതി വെച്ചോളി. മതം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാവുന്നു. മതം എന്ന് പറഞ്ഞാൽ എന്ത്? മതം എന്നാൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാവുന്നു. മതം എന്താണെന്ന് അറിയാത്ത കുറെ ആൾക്കാർ ചോദിക്കുന്നു എന്താണ് മതം, എന്താണ് മതം. ഇനി ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വഴിക്ക് വരരുത്. അപ്പൊ ഉസ്താദ് കുട്ടീനോട് ചോദിക്കുന്നു, കുട്ടി ഉസ്താദിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉസ്താദിനൊരു സംശയം, അല്ല ഇപ്പൊ ഈ മതം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ കുട്ടി പറഞ്ഞു സ്വാതന്ത്ര്യം നിഷേധിക്കൽ. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നിഷേധിക്കൽ. ഓക്കെ, ഉസ്താദിന് വേണ്ട മറുപടിയാണ്, ഉസ്താദ് പറഞ്ഞു കൊടുത്ത പഴയ മറുപടിയാണ്. കാരണം ഈ ചോദ്യത്തിൽ ഈ മറുപടിയാണ് സെറ്റ് ആവുക. അതിനുള്ള ഉത്തരമാണ് ഉസ്താദിന്റെ കയ്യിലുള്ളത്. ഇനി അടുത്തത് ഉസ്താദിന്റെ ഉത്തരമാണ് സുഹൃത്തുക്കളെ. ഉത്തരം: ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ഒരു സുബൈർ 6-7 മണി വരെ കിടന്നുറങ്ങാൻ പറ്റൂല. ഇനിയിപ്പോ ഒരു ഉച്ച സമയത്തൊക്കെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയാൽ കണ്ണുനിച്ചണം, നിസ്കരിക്കണം. അങ്ങനെ ഒരുപാട് വിശന്ന് പൊരിഞ്ഞ് വയറുമായിട്ട് പിന്നെ രാവിലെ മുതൽ ഫുഡൊന്നും അടിക്കാതെ വൈകുന്നേരം 5 മണി ആയാലും പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു യുക്തിരാഹിത്യം എന്ന് തോന്നുന്ന ഒരുപാട് വിഷയങ്ങളുടെ ഒരു ഏകീകരണമാണ് മതം. അപ്പൊ ശിഷ്യൻ ഉസ്താദിന് മതം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കുട്ടി ആരായിട്ടാണ് നിൽക്കുന്നത്, ഈ ചോദ്യകർത്താവ് ആരായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയോ? മതം ഉപേക്ഷിച്ച ഒരാളായിട്ട്, മതമില്ലാത്ത ഒരാളായിട്ട്, അല്ലെങ്കിൽ മതത്തിനെ എതിർക്കുന്ന ആളുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചോദ്യകർത്താവ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഉസ്താദിന് പറഞ്ഞു കൊടുക്കുന്നത് എന്ത്? മതം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് നീക്കണം, നിസ്കരിക്കണം, പള്ളിയിൽ പോകണം, അങ്ങനെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന യുക്തിരഹിതമായ കുറെ സ്വാതന്ത്ര്യ നിഷേധങ്ങൾ, അതിന്റെ ഒരു ആകത്തുകയാണ് മതം. അത് തലകുലുക്കി സമ്മതിച്ച്. കാരണം എന്താ? ഉസ്താദിന്റെ കയ്യിലുള്ള ഉത്തരം ഈ ഡെഫിനിഷൻ ആപ്റ്റാണ്. ഓരോന്നോരെന്ന് പറയുമ്പോൾ നമ്മൾ എണിക്കാൻ പ്രത്യേക ടൈം വെച്ചിട്ട് ആ ടൈം വെച്ച് പിന്നെ കുറച്ച് കൂടുതൽ സ്വതന്ത്രമായി ഉറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ഒരു കാര്യം, അപ്പൊ ഉസ്താദ് ഒന്ന് ക്ലാരിറ്റി വരുത്തുകയാണ്. എന്ത്? സുബഹിക്ക് നീക്കണം, 5 മണിക്ക് 4:30 ഒക്കെ എഴുന്നേക്കണം, അതാണ് മതം അല്ലേ? അത് വലിയൊരു പാടാണ് അല്ലേ? ഇതാണ് ഉസ്താദിന്റെ ചോദ്യം. പക്ഷേ ഒരു ചെറിയ പെശകുണ്ട്. എന്തറിയോ? മതരഹിതനായി നിൽക്കുന്ന ആളാണ് ചോദ്യകർത്താവ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ചോദ്യകർത്താവിന് അറിയാവുന്ന ഏക മതം ഇസ്ലാമാണ്. കാരണം മതം എന്ന രീതിയിൽ ഇദ്ദേഹം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഉസ്താദിന് ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ ചില ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നോമ്പ്, നിസ്കാരം, അതേപോലെ തന്നെ സുബഹിയിലെ ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്. അപ്പൊ ആകെ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ സുബഹി നിസ്കാരമാണ്. സുബഹി നീക്ക് നേരത്തെ എഴുന്നേക്കേണ്ടി വരും എന്നാണ് ഉസ്താദും കുട്ടിയും കൂടിയും ധാരണയിൽ എത്തിയിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് സ്വാതന്ത്ര്യ നിഷേധം, രാവിലെ എഴുന്നേക്കണം, അതാണ് മതം അല്ലെ? ഇതാണ് ഉസ്താദ് എത്തിയിട്ടുള്ള ഡെഫിനിഷൻ. ഇനി ഉത്തരമാണ്. അതിനു മുൻപ് പറയാനുള്ളത് എന്താണ് മതം എന്നതിനെ കുറിച്ച് ഉസ്താദ് കുട്ടിയെ തിരുത്തി കൊടുക്കുന്നില്ല. ഇസ്ലാം മതം എന്താണ് എന്ന് ഉസ്താദ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല.
എന്നതുകൊണ്ട് നമ്മളിവിടെ ഇസ്ലാം എന്താണ് എന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഉസ്താദിന്റെ ഡെഫിനിഷനിലൂടെ പോയിക്കോട്ടെ, നമ്മളിതൊന്ന് പറഞ്ഞുകൂടെ വെക്കാം. എന്താണ് മതം? മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെയോ വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള താല്പര്യത്തിന് പുറത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അമാനുഷികമായ ഒരു ശക്തിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ നിയമം എന്ന രീതിയിൽ ആരോപിക്കപ്പെട്ട് എഴുതിയുണ്ടാക്കി കുറച്ച് നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം എന്ന് ശഠിക്കുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിന് സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങളും വ്യക്തിതലത്തിൽ ഒരു മനുഷ്യന് യാതൊരു യുക്തിയുമില്ലാത്ത ഒരടിസ്ഥാനവുമില്ലാത്ത അന്ധവിശ്വാസങ്ങളുടെയും കെട്ടുകഥകളുടെയും അടിമത്തവും. ഇതാണ് മതം. ഇതെന്റെ ഡെഫിനിഷനാണ്. ഇതിപ്പം ഡിക്ഷണറിയിലൊന്നും നോക്കിയാൽ കിട്ടൂല. ഉസ്താദിന്റെ ഡെഫിനിഷൻ ഒരു സൈഡിൽ വെച്ചതുകൊണ്ട് ഈ ഡെഫിനിഷൻ ഇസ്ലാമിന് കുറച്ചുകൂടി ആപ്റ്റ് ആവുന്ന ഒരു ഡെഫിനിഷൻ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഉസ്താദ് പറയട്ടെ, സുബഹിക്ക് നീക്കലാണ് മതം. അപ്പൊ അതിനൊരു ന്യായം വേണം. ഉദാഹരണം പറഞ്ഞാൽ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ന സമയത്ത് തുടങ്ങി കഴിഞ്ഞ് ഇന്ന സമയത്ത് ലാൻഡ് ചെയ്യുന്നവരെ ഉറങ്ങാൻ പാടില്ല എന്ന് നിയമമുണ്ടല്ലോ. അയാളെ സ്വാതന്ത്ര്യം തനിക്കലാണല്ലോ ശരിക്കും. അത് ഉസ്താദിന്റെ ഉദാഹരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തെറിച്ചു പോകാതിരിക്കണമെങ്കിൽ പിടിച്ചിരുന്നോളാം. എവിടെ ഇരിക്കണമെങ്കിൽ അവിടെ പിടിച്ചിരുന്നോളാം. വല്ല വണ്ടി ഓടിച്ചിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക, സ്പീഡ് കുറക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. ആരെങ്കിലും ഈ ചാരി കസേരയിൽ ഒക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഈ ആട്ടുകട്ടിലൊക്കെ ഇരുന്നിട്ടാണ് കാണുന്നതെങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങളെ കെട്ടിവെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അജാതി ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇസ്ലാമിന് സുബഹിക്ക് നിസ്കരിക്കണം എന്ന അള്ള ഒരു നിയമം വെച്ചിട്ടുണ്ട്. ഏതുപോലെയാണ്? ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈലറ്റ് ഉറങ്ങാൻ പാടില്ല എന്നൊരു നിയമം ഉള്ളതുപോലെ. കാരണം ഇത് പൈലറ്റ് ഉറങ്ങാൻ പാടില്ല ഫ്ലൈറ്റ് പറത്തുന്ന സമയത്ത് എന്നതുപോലത്തെ ഒരു നിയമമാണ് ഇത്. സുബഹിക്ക് നിസ്കരിക്കൽ ആണ് ഇസ്ലാം എന്ന് ആദ്യം വെച്ചു, എന്നിട്ട് അതാണ് സ്വാതന്ത്ര്യം നിഷേധത്തിന്റെ ലക്ഷണം എന്ന് രണ്ടാമത് വെച്ചു, എന്നിട്ട് അത് ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു ഒപ്പിച്ചു. അപ്പൊ ഉദാഹരണം ഒന്നായിട്ടുള്ളൂ. ഇനി 2 ഉദാഹരണം കൂടി വരാണ്ട്. സത്യത്തിൽ ഇന്ന സമയത്ത് ഓടിച്ച് പിന്നെ അത് ലാൻഡ് ചെയ്യുന്നവരെ അയാൾ ഉറങ്ങാതിരിക്കണം എന്നൊരു നിയമമുണ്ടല്ലോ. അതായത് അയാളെ പരിഗണിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ആ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അയാളെയും പരിഗണിച്ചുകൊണ്ട് അയാൾ ഉണർന്നിരിക്കണം, അയാൾ ശ്രദ്ധിക്കണം, അയാൾ ഒരു കാര്യം നിയന്ത്രിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഉറങ്ങി ആ സമയം പാഴാക്കരുത് എന്ന് പറയുന്നത് ഒരു ശരിക്കും അദ്ദേഹത്തിന് ജസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ തോന്നിയാൽ ചെയ്യും. അതുപോലെ നമ്മൾ ജസ്റ്റ് പറയാണ്, ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ സ്ഥിതിക്ക്. അതെ, അതിന്റെ വിശദീകരണമാണ്. നിങ്ങൾ വിട്ടാളേ. കിളികൾ പറക്കും, നക്ഷത്രങ്ങൾ തെറിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊന്നും കാര്യമാക്കണ്ട. നമുക്കിത് കേട്ട് പോവാം കേട്ടോ. ഇനി അടുത്തൊരു ഉദാഹരണം. ഇപ്പൊ കമ്പനികൾ കൂടുന്നുണ്ടല്ലോ. നമ്മുടെ രാജ്യങ്ങളിൽ ഒരുപാട് കമ്പനികളുണ്ട്. കമ്പനികളിൽ ജോലിക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും. ഒരു സാലറി ഒക്കെ വെച്ചുകൊണ്ടൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇന്ന സമയത്ത് പഞ്ചിങ് ടൈം ഉണ്ടാവും. ഇന്ന സമയത്ത് പഞ്ച് ചെയ്യണം, ഇന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 8:30 മണിക്കാണ് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷീണോ മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് അറിയണ്ട. കമ്പനി 8:30 മണിക്ക് കറക്റ്റ് ആയി ജോയിൻ ചെയ്യണം. അതെ, അതാണ് അടുത്തൊരു നിയമം. അതായത് അള്ളാഹ് സുബഹിക്ക് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നത് ഏതുപോലെയാണ്? നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് 8 മണിക്കൂർ ജോലി, അതിനുള്ള ശമ്പളം എന്ന് നിശ്ചയിച്ചതുപോലെ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിലെ ജോലി പോലെയോ ഒരു കച്ചവട സ്ഥാപനത്തിലെ സെയിൽസ്മാന്റെ ജോലി പോലെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വേറെ എന്തെങ്കിലും ജോലി പോലെയോ ഉള്ള ഒരു ജോലിക്ക് നിങ്ങൾ കൃത്യസമയം പാലിക്കണം എന്നതുപോലത്തെ ഒരു നിയമമാണ് എന്ത്. ഇതൊക്കെ നമുക്ക് അവസാനം പറയാം, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അവസാനം പറയാം. ഇനിയും 1-2 ഉദാഹരണങ്ങളും കൂടി ഉണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ട് സ്കൂളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യേക നിങ്ങൾ പറഞ്ഞൊരു എന്താ പറയാ ക്രൂരത സ്കൂളിലൊക്കെ കാണാം. ചെറിയ കുട്ടികൾക്ക് ഒരു ആള് ബെല്ലടിക്കും. എന്താണെന്ന് പറയാ, ചെറിയ മക്കള്, പൈതമക്കള് നഴ്സറിയിലൊക്കെ ആ ബെല്ലടിക്കുമ്പോഴത്തേനും ആ രക്ഷിതാക്കൾ അവർ കൊണ്ടുവന്ന് അവിടെ എത്തിക്കണം. നേരം വൈകിയ ചോദ്യം, എന്തുകൊണ്ട് നേരം വൈകിയെന്ന് അവർ അറിയിക്കണം. ഓ, അവർ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ ചെറിയ നഴ്സറി കുട്ടികൾക്ക് വരെ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അവിടെ എത്തുന്ന സ്റ്റാഫുകൾക്ക് ഒരു വ്യത്യാസം, ഒരു മാറ്റമില്ല, ഒരു ഇളവ് തരില്ല. ആ കുഞ്ഞൻ മക്കൾക്ക് പോലും ഒരു ഇളവ് കൊടുക്കുന്നില്ല. ഇതാര്? ഭൗതിക ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ഭൗതിക ശാസ്ത്രമല്ല, നമ്മളെ നാട്ടിലത്തെ സംവിധാനമാണ് പറയുന്നത്. മനുഷ്യന്മാരുണ്ടാക്കി വെച്ച ചില സെറ്റപ്പുകളാണ്. മനുഷ്യന്മാരുടെ കഴിവുകേടുകൾ, മനുഷ്യന്മാരുടെ പരിമിതികൾ, മനുഷ്യൻ കുഞ്ഞായി ജനിക്കുമ്പോൾ നഴ്സറി കൊണ്ടുപോയി ആക്കണം എന്നുള്ളത് ഒരവസ്ഥയാണ്, മനുഷ്യന്റെ അവസ്ഥയാണ്. മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞ് മനുഷ്യർ അവരവർ പരസ്പരം അറിഞ്ഞും പരസ്പരം കാര്യകാരണ സഹിതം മനസ്സിലാക്കിയും അംഗീകരിച്ചും രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള മനുഷ്യന്റെ പൊതുവായിട്ടുള്ള മുന്നോട്ട് പോക്കിനുള്ള മനുഷ്യന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളെ സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഉസ്താദിന്റെ ദയനീയ കാഴ്ചയാണ് കാണുന്നത്. ഉദാഹരണങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഉദാഹരണങ്ങൾ ഇനിയും ഏറെ വരാനുണ്ട്. അപ്പം നഴ്സറി സ്കൂൾ മുതൽ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരവിടെ കൃത്യസമയത്ത് എത്തണം. അതിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത് പോലെ ഒരു സംഭവമാണ് എന്ത്? സുബഹിക്ക് നീക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സുബഹിക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്? അതാണ് സ്വാതന്ത്ര്യം നിഷേധിക്കൽ. സ്വാതന്ത്ര്യം നിഷേധിക്കൽ ആണ് മതം. ഇതാണ് കേട്ടോ ഇതിന്റെ ഡെഫിനിഷൻ. അതല്ലാതെ മതം എന്താണെന്നോ മതം എന്തിനാണെന്നോ മതത്തിന്റെ നിയമങ്ങളുടെ യുക്തി എന്താണെന്നോ അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തി എന്താണെന്നോ അതിലെ നന്മ എന്താണെന്നോ തിന്മ എന്താണെന്നോ പറയാൻ ഉസ്താദ് ശ്രമിക്കുന്നേ ഇല്ല. എന്തിനാണ് മതം? എന്താണ് മതം?
ഉസ്താദ് പറയൂല. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു കൊടുത്തത് സുബഹി നിസ്കരിക്കാൻ നേരത്തെ എഴുന്നേക്കണം, നോലുമ്പ് നോൽക്കണം, അങ്ങനെയുള്ള സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ ഒരാകത്തുകയാണ് മതം. അപ്പോൾ ഉസ്താദിന് വളരെ സന്തോഷമായി. ഏതുപോലെ അപ്പോൾ ഉസ്താദ് ചോദിക്കാം, അത് ഇപ്പം ഭൗതികമായിട്ട് മനുഷ്യർ സ്വാതന്ത്ര്യവാദികൾ എന്ന് പറയുന്നവർ ഭൗതികമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സറി സ്കൂളിൽ സമയം വെച്ചിട്ടുണ്ട്, സ്കൂളിൽ സമയം വെച്ചിട്ടില്ലേ? ജോലി സ്ഥലങ്ങളിൽ ടൈം ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ലേ? പൈലറ്റ് ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്ന് നിയമമില്ലേ? KSRTC ബസ്സിലെ ഡ്രൈവർക്ക് ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടോ? അത്തരം സ്വാതന്ത്ര്യ നിഷേധങ്ങൾ എമ്പാടും ഭൗതിക ലോകത്ത് സ്വതന്ത്ര മതത്തിൽ ഇല്ലേ എന്നാണ് ഉസ്താദിന്റെ മറുചോദ്യം. എന്നിട്ടാണ് നിങ്ങൾ അള്ളാഹിന്റെ മതത്തെ കുറ്റം പറയുന്നത് എന്നൊരു അർത്ഥം അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന താങ്കളെ പോലത്തെ ആളുകൾക്ക് ഇവിടെ ഉണ്ടാക്കി നടക്കുന്ന എല്ലാറ്റിന്റെ ഉള്ളിലും ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിക്കുകയും അതാണ് ശാസ്ത്രീയത എന്ന് പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന താങ്കൾ ഒരു മതത്തിന്റെ സമയത്തിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് അതിലാണ് എനിക്ക് ആശങ്ക വന്നത്. ഇത് എന്ത് സംഭവിച്ചു? നിങ്ങൾ ഇതെന്ത് വൈരുദ്ധ്യാത്മകമായ ഒരു നിലപാടാണെന്നാണ് ഞാൻ ഉസ്താദിനോട് പറയാനുള്ളത്, ആ ചോദ്യം ചോദിച്ച കുഞ്ഞാപ്പുവിന്റെ പകരം എന്നെ കൊണ്ട് നിർത്ത്, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇതേ ചോദ്യം ആവർത്തിക്കാം, ഇതേ പ്രാക്ടീസ് നമുക്കൊന്നുകൂടി ചെയ്യാം. പക്ഷെ ആ പച്ചപ്പട അസർപ്പിനെ മാറ്റി നിർത്തിയിട്ട് എന്നെ കയറ്റി നിർത്ത് ചോദ്യം ചോദിക്കുന്നിടത്ത്. പറ്റുമോ ഉസ്താദിന്? കഴിയോ സക്കീർ ബായിക്ക്? അപ്പൊ ഭൗതികവാദികൾ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നവർ ഇത്രയും സംഗതികൾ ഉണ്ടാക്കിയിട്ടാണ് പടച്ചോന്റെ നിയമമാണ് മതത്തിന്റെ പ്രശ്നം. ആര് പറഞ്ഞു സുബഹിക്ക് എഴുന്നേക്കണം എന്ന് പറയുന്നതാണ് മതത്തിന്റെ പ്രശ്നം? അതുകൊണ്ട് നിങ്ങൾ മതത്തിലായാൽ സുബഹിക്ക് എഴുന്നേക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മതം ഉപേക്ഷിക്കും, മനുഷ്യരാവൂ എന്നാരെങ്കിലും പറഞ്ഞോ? മതം കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നം മതത്തിൽ വിശ്വസിച്ചാൽ സുബഹിക്ക് എഴുന്നേക്കേണ്ടി വരും എന്നതാണോ? 5 നേരം നിസ്കരിക്കേണ്ടി വരും എന്നതാണോ? റമളാൻ മാസത്തിൽ നോമ്പ് നോക്കേണ്ടി വരും എന്നതാണോ? ആര് പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങളോട് ഈ പൊട്ടക്കഥ, അല്ലെങ്കിൽ ഈ പറയുന്ന നുണ ആര് പറഞ്ഞു? ആരും പറഞ്ഞല്ല. ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് മതത്തിനെ എതിർക്കുന്നത് എന്ന് വരുത്തി തീർത്താൽ ഉരുണ്ടു മറിയാൻ എളുപ്പമുണ്ട്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് മതത്തെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് മതത്തെ നമ്മൾ വിമർശിക്കുന്നത്? മതം മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നു, സ്പർദ്ധ ഉണ്ടാക്കുന്നു, ശത്രുത വളർത്തുന്നു, നമ്മൾ നിങ്ങൾ എന്ന വേർതിരിവുണ്ടാക്കുന്നു, അതിനനുസരിച്ചുള്ള സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, മനുഷ്യന്റെ സ്വസ്ഥമായ സ്വൈരമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു, അവന്റെ ബുദ്ധിയെ ചിന്താശേഷിയെ പരിമിതപ്പെടുത്തുന്നു. ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ സുബഹിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കേണ്ട ഒരു മതത്തിലായാൽ എന്ന് പറഞ്ഞിട്ട് മതം വിട്ടുപോയ ഒരാളെ കാണിച്ചു തരും ഉസ്താദെ, നിങ്ങളെ മഹലിലുണ്ടാ? ഇനി ഒരാൾ മതവിശ്വാസിയായി സുബഹിക്ക് നീച്ചില്ലെങ്കിൽ ഇവിടെ തൂക്കിക്കൊല്ലോ? നിങ്ങളെ പള്ളിയിൽ അതിനുള്ള സംവിധാനം ഉണ്ടോ? അത് എറിഞ്ഞു കൊല്ലോ? മതത്തിൽ അങ്ങനെ നിയമമുണ്ടോ? ഒരാൾ സുബഹിക്ക് എഴുന്നേറ്റില്ല, അദ്ദേഹം കള ആക്കി എന്നതുകൊണ്ട് മതത്തിൽ നിന്ന് പ്രശ്നം വരുമോ? ബഡായി വരണിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണ്ടേ അസ്ഹരിമാർക്ക് പിന്നെ എന്തും പറയാം, എങ്ങനെയും പറയാം എന്നുള്ള പ്രത്യേക ബിരുദം അവിടുന്ന് കൊടുക്കുന്നുണ്ടോ? എനിക്ക് ഹക്കീം അസ്ഹരിയുടെ ഒക്കെ കേട്ടപ്പോൾ അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഉസ്താദും ഏതാണ്ട് അതേ പരുവത്തിലാണ് പറഞ്ഞു പോകുന്നത്. അടുത്തത് അല്ല, പക്ഷെ അതൊക്കെ മനുഷ്യന്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടി മനുഷ്യൻ വെച്ച നിയമങ്ങളാണ്. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണെങ്കിൽ ക്രൂരതയാവാം. മനുഷ്യന്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടി മനുഷ്യൻ വെച്ച നിയമങ്ങൾ ഒരിക്കലും ക്രൂരതയല്ല. ഓക്കെ, അപ്പൊ ക്രൂരത എന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് അത് മനുഷ്യന്റെ പുരോഗതിക്കാണോ അല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ്. അതനുസരിച്ചായിരിക്കും. ഉറപ്പല്ലേ, അതിന്റെ കുത്തക ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രൂരതയിൽ പുരോഗതി ഇല്ലല്ലോ. ഇത് ഉസ്താദിനോട് തർക്കിച്ച് രസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിലും ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉസ്താദ് പതറുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉസ്താദ് ചട്ടം കെട്ടിയ ആള്, ഉസ്താദ് പറഞ്ഞു പഠിപ്പിച്ച ചോദ്യങ്ങൾ ഉസ്താദിന് ഉത്തരം പറയാൻ പാകത്തിന് ചോദിച്ചു കൊടുക്കുമ്പോൾ പോലും അവിടെ പോലും ഉസ്താദിന്റെ മറുപടികളിൽ പതർച്ച കാണുന്നു. കാരണം ഇത്തരം നിയമങ്ങൾ ഈ മനുഷ്യന്റെ പുരോഗതിക്ക്, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക്, മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്, പരസ്പരമുള്ള സഹവർത്തിത്വത്തിന്, എല്ലാവർക്കും ഉള്ള സൗകര്യത്തിന്, എല്ലാവരെയും പരിഗണിക്കുന്നതിന്, എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുന്നതിന് എഴുതി വെക്കപ്പെട്ട നിയമങ്ങളാണെന്നും അതിലൊരു ക്രൂരതയുടെയും പ്രശ്നമില്ലെന്നും അത് ക്രൂരതയല്ലെന്നും ഈ ചോദ്യകർത്താവ് ഉസ്താദിന് മറുപടി പറയാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലും ഉസ്താദിന് കൃത്യമായിട്ട് ഖണ്ഡിക്കാൻ കഴിയാതെ ഉസ്താദ് പ്രയാസപ്പെടുന്നു. ഏതുവരെ 9 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുന്നത് ക്രൂരതയാണ് എന്ന് സ്ഥാപിച്ചിട്ട് പോലും ഉസ്താദിന് അതിന് മുകളിൽ കയറി നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് ദയനീയമായ കാഴ്ച. അപ്പൊ ഉസ്താദ് അതിനൊന്ന് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് രസകരമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കും, എന്താണ് മോൾക്ക് ഇഷ്ടം? സാറേ, ഒരു 10 മണി വരെ സുഖമായിട്ട് ഉറങ്ങണം, ഒരു 11 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് റാഹത്തായി ഒരു ഉച്ച കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്കൂളിൽ വരാം, തമാശക്ക് പറഞ്ഞ് തിരിച്ചു പോകണം എന്നാണ് അവന്റെ ബുദ്ധി പറയുന്നതും അവന്റെ താല്പര്യം അതാണ്. അപ്പോ നമ്മുടെ സ്കൂളുകളിലുള്ള മൊത്തം കുട്ടികൾക്ക് ഇടയിൽ നമ്മൾ ഈ വിഷയം ഇട്ടുകൊണ്ട് നമ്മൾ എത്ര ആളുകൾക്ക് ഈ വിഷയത്തിൽ അവരുടെ ഒപ്പീനിയൻ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർ കൂടുതൽ ഭൂരിപക്ഷവും പറയുന്നത് നമുക്ക് കളിക്കണം, ഫ്രീ ആവണം, എൻജോയ് ചെയ്യണം, ഈ 9 മണിക്ക് തന്നെ നിർബന്ധമായി കയറില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് അവരെല്ലാ ബുദ്ധിയും അവരുടെ താല്പര്യവും ഒക്കെ അങ്ങനെ ആയിരിക്കെ. നിർബന്ധമായും നിങ്ങൾ ഇന്ന സമയത്ത് എത്തിയേ പറ്റൂ എന്ന ഒരു കർക്കശ നിലപാട് ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്തായിരിക്കും? അതുപോലും ഈ ചങ്ങാതിക്ക് അറിയില്ല. എന്തിനാണ് സ്കൂളിൽ സമയം വെച്ചിട്ടുള്ളത്? എന്തിനാണ് കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നത്? അതിന് തിരിഞ്ഞിട്ടില്ല. അറിയില്ലായിരിക്കും, അറിയാത്തതുകൊണ്ടായിരിക്കും.
സ്കൂളിൽ സമയം വെച്ചതും അംഗൻവാടിയിൽ ഉപ്മാവ് കൊടുക്കുന്നതും ഉച്ചക്കഞ്ഞി വിളമ്പുന്നതും സ്കൂളിൽ ബെല്ലടിക്കുന്നതും സ്കൂളിൽ കണക്കും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കുട്ടിക്ക് താല്പര്യമില്ല, കുട്ടിക്ക് കളിക്കാനാണ് താല്പര്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കുന്നത്? അത് ക്രൂരതയല്ലേ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. എന്തിനുള്ള മറുപടി അത്? അള്ളാഹുവിന്റെ നിയമം മുർത്തദിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ലേ? സ്ത്രീക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? സ്ത്രീക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് പകരം പറയുന്ന മറുപടിയാണ് എന്ത്? സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് ബെല്ലടിക്കുന്നില്ലേ? സ്കൂളിൽ പിന്നെ കഞ്ഞിയും പയറും കൊടുക്കുന്നില്ലേ? ഇതാണ് ഇവരുടെ ന്യായീകരണത്തിന്റെ നിലവാരം. കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങളൊരു വഴിക്കാക്കിയിട്ട് ഉസ്താദ് വിടുള്ളൂ. ഉസ്താദ് അടുത്ത പോർട്ടെ യൂണിഫോം അത് ആ വിദ്യാർത്ഥികളുടെ പുരോഗതി മാത്രം സമൂഹത്തിൽ അത് വിദ്യാർത്ഥികൾക്ക് തിരിയണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് അത് മനസ്സിലാക്കൊള്ളണമെന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ചില നിയമങ്ങളൊക്കെ നിയമം വെക്കുന്ന ആളുകൾക്ക് അതിന്റെ അർത്ഥവും അതിന്റെ അർത്ഥതലങ്ങൾ അറിയാം, അതിന്റെ ഫലങ്ങൾ അറിയാം, അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാം. ഇതെല്ലാം നിയമം വെക്കുന്ന നിയമപാലകരുടെ ബോധ്യത്തിലുണ്ടായാൽ മതിയെന്നും ഇത് എല്ലാവരും ഒരുപോലെ അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുമാണ് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞത്. അല്ല, ബുദ്ധിപരമായ ഏത് നിയമങ്ങളും എത്ര കർക്കശമാണെങ്കിലും അത് നടപ്പിലാക്കാന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഉസ്താദ് പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ മതത്തിന്റെ നിയമങ്ങളെല്ലാം ബുദ്ധിപരമാണ് എന്നാണോ? അങ്ങനെ ഉസ്താദിന് വാദമുണ്ടോ? ഇനി മതത്തിന്റെ നിയമങ്ങൾ ബുദ്ധിപരമാണ് എന്ന് ഉസ്താദിനെ സ്ഥാപിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഉസ്താദിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദ് തന്നെ പറഞ്ഞു കൊടുത്ത ചോദ്യമാണ് അടുത്തത്. സ്കൂളത്തെ നിയമം എന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടികളുടെ സമഗ്രമായ പുരോഗതിക്കും ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ജനങ്ങൾ പൊതുവായിട്ട് അംഗീകരിക്കുന്ന സാമൂഹ്യ നിയമങ്ങളാണ്. കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. എന്നതുപോലെ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കാവുന്ന ന്യായീകരിക്കാവുന്ന നിയമമാണ് ഇസ്ലാമിലുള്ളത് എന്ന് ഉസ്താദിന് സ്ഥാപിക്കാൻ കഴിയുമോ എന്നാണ്. ഉസ്താദിനെ സ്ഥാപിക്കണമെങ്കിൽ കുട്ടി ഇത് ചോദിക്കണം. മനസ്സിലായി? അപ്പൊ ചോദ്യം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഉസ്താദിന്റെ മറുപടിയാണ് പരിതാപകരമായിരിക്കും. മതത്തിന്റെ ഫുൾ ബിൽക്കുൽ നിയമങ്ങൾ അത് ബുദ്ധിപരമാണ് എന്ന വാദമുണ്ടോ? ഒരു PTA തീരുമാനിക്കുന്ന നിയമങ്ങളെല്ലാം ബുദ്ധിപരമാണെന്നാണോ? ബുദ്ധിപരം അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവകാശം ഉണ്ടായിട്ട് കുട്ടികൾക്കൊന്നും സ്കൂളിൽ 10 മണിക്ക് മരുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, അത് നിയമം ബുദ്ധിപരമായതുകൊണ്ട് നടപ്പിലാക്കപ്പെട്ടു. പക്ഷേ അതെ. അപ്പൊ മതത്തിന്റെ നിയമങ്ങൾ ബുദ്ധിപരമല്ല എന്ന് പറയുന്ന താങ്കൾ സ്കൂൾ PTA അല്ലെങ്കിൽ കോളേജ് PTA തീരുമാനിക്കുന്ന എല്ലാ നിയമങ്ങളും ബുദ്ധിപരമാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അപ്പം മതരഹിതവാദികളുടെ വക്താവായി നിൽക്കുന്ന ഉസ്താദിന്റെ അരുമ ശിഷ്യം പറഞ്ഞു കൊടുക്കണേ അത് ബുദ്ധിപരമല്ലെങ്കിൽ അതിൽ തിരുത്താൻ സാധ്യതകളുണ്ട്. ശരിയാണ്, ഉസ്താദിന് ഏണി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങളിൽ ചില ശരികളുണ്ട്. അതിന് ഉസ്താദിന്റെ മറുപടി എന്താണ്? ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിയമം, ആ ഒരു നിയമം അവിടുത്തെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും സുരക്ഷിതത്വത്തോടെയുള്ള ജീവിതത്തിന് വേണ്ടി ഒരു രാജ്യം എന്ന നിലക്ക് ഒരു പൊതു നിയമം രൂപീകരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം, ആ സ്ഥാപനം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നോ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി അതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടിയാലോചിച്ച് അതിനെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പരുവത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സ്കൂളാണെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ് PTA എല്ലാവരും കൂടെ ചേർന്ന് PTA മീറ്റിംഗ് കൂടിയിട്ടാണെന്ന് വിചാരിക്കാം. രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി കുട്ടികളുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രശ്നവും വരാത്ത രീതിയിൽ ആ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാപനം എങ്ങനെ പോകണം എന്ന കാര്യത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം ഉണ്ടാക്കും. അത് ബുദ്ധിപരമായ തീരുമാനമായിരിക്കും. അതിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ ആവശ്യമാണ് എന്ന് വരുത്തേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് വീണ്ടും കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. അതെന്താണ് ഉസ്താദിന് മനസ്സിലാവാത്തത് എന്ന് മനസ്സിലായില്ല. ഇനി അവിടെ ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ഒരു സാങ്കല്പിക വാഗ്വാദമാണ് കേൾക്കുക. ഒരു MBBS എടുക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ഡോക്ടർ ആവാൻ താല്പര്യമുള്ള കുട്ടിക്ക് അവനോട് ചോദിച്ചൊരു യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടോ? അവന്റെ താല്പര്യത്തിനനുസരിച്ച് കടൽ തീരത്തിരിക്കണം, അവനിപ്പോ ഒന്ന് ആടി കറങ്ങണം, രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റി യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് 2 മണി ടീമായിരിക്കും. 1 മണി ടീമിന് വേറൊരു യൂണിവേഴ്സിറ്റി വേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ പിന്നെ യൂണിവേഴ്സിറ്റികൾ മാത്രം നടന്നാൽ ഏത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വേണ്ടി വരും. യൂണിവേഴ്സിറ്റി ആയാലും മറ്റെന്തായാലും അവിടെയുള്ള ഏതെങ്കിലും ഒരു നിയമം ബുദ്ധിപരമല്ല എന്ന് ഉസ്താദ് തെളിയിച്ചാൽ പോലും അത് തിരുത്താൻ അതിന്റെ മാനേജ്മെന്റ് തയ്യാറാണ്. എന്താണ് ഉസ്താദിന്റെ അടുത്ത ന്യായം എന്ന് വെച്ചാൽ അതിപ്പോ എങ്ങനെയാ MBBS കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ MBBSന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, മെഡിക്കൽ കോളേജിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള താല്പര്യമാണ് ഉണ്ടാവുക. ചില കുട്ടികൾ സിനിമയ്ക്ക് പോകണം താല്പര്യം ഉണ്ടാവും, ചില കുട്ടികൾക്ക് ബീച്ചിൽ പോകണം താല്പര്യം ഉണ്ടാവും. പൊന്നുസ്താദെ, ബീച്ചിൽ പോകാൻ താല്പര്യമുള്ളവർക്കും സിനിമയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്കും അതിന് പോകാം. പഠിക്കേണ്ട ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സാധനം. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകൾ ഇവിടെ എന്തുകൊണ്ടില്ല? ഇതാണ് ഉസ്താദിന്റെ അടുത്ത യമണ്ടൻ ചോദ്യം. ഏത് നിയമങ്ങളും അത് ബുദ്ധിപരമാണോ അല്ലെ, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണ് എന്തല്ല എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. മതത്തിന്റെയും അപ്പൊ പിന്നെ മതത്തിന്റെ നിയമങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം, ചർച്ച ചെയ്യണം, തീർച്ചയായിട്ടും ഒഴിപോലെ വരണം, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ട് ഒറ്റയ്ക്ക് കാടടിച്ച് വെടിവെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ല, അത് എന്ത് ചെയ്യരുത്, ഇന്ത്യൻ സ്വാതന്ത്ര്യം നൽകുന്ന ദുരുപയോഗപ്പെടുത്തരുത്. അപ്പൊ മതത്തിന്റെ നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മതത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം. മനസ്സിലാക്കും, തയ്യാറാണ്, സമ്മതം. ഇനി മനുഷ്യരുണ്ടാക്കുന്ന നിയമത്തിന്റെ വേറൊരു പ്രത്യേകത, ഇത് നിയമം അനുസരിക്കുന്നവനും
നിയമം നിർമ്മിക്കുന്നവർക്കും ഒരുപോലെ അറിയാം ഇതെന്തിനാണ് നിയമം, ഇതെന്തുകൊണ്ട് നിയമം, ഈ നിയമം ഇങ്ങനെ ഇവിടെ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഉണ്ടായാലുള്ള ഗുണം എന്താണ്, അതിന്റെ ബെനിഫിഷ്യറി ഏറ്റവും അവസാനം ആ വ്യക്തി തന്നെ ആയിരിക്കും. നിയമം അനുസരിക്കുന്നയാൾ ആ നിയമത്തിന്റെ ഗുണഭോക്താവായിരിക്കും. ഇതിന് സമാനമായിട്ടാണോ മതത്തിന്റെ നിയമങ്ങളുള്ളത്? ആണോ? പെണ്ണിന് പകുതി ബുദ്ധി, പെണ്ണിന് പകുതി സാക്ഷ്യം, പെണ്ണിന് പകുതി സ്വത്ത് എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് സ്ത്രീ ഗുണഭോക്താവായി വരുന്നത്? അത് അനീതിയാണെന്നും അത് വിവേചനമാണെന്നും അത് ലിംഗവിവേചനമാണെന്നും സ്ത്രീവിരുദ്ധതയാണെന്നും ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം, ഇൻക്ലൂഡിങ് മുസ്ലിം സ്ത്രീകൾക്ക് വരെ അറിയാം. അപ്പൊ ഇവർ പറയുന്ന ന്യായം എന്താ? ഇസ്ലാമിൽ അങ്ങനെ ഇല്ല, ലിംഗസമത്വം അല്ലെങ്കിൽ തുല്യനീതി എന്നൊന്നും സംവിധാനം ഇല്ല, അത് അള്ളാന്റെ നിയമമാണ്, മാറ്റാൻ പറ്റില്ല. ചോദ്യം ഒന്നും ചോദിക്കരുത്, അത് അങ്ങനെയാണ്, ചോദിക്കാൻ പാടില്ല. ഒരു യൂണിഫോം ഞാൻ ചോദിക്കുന്നത്, ഒരു വിദ്യാർത്ഥി നീല ധരിച്ച കുട്ടിക്ക് ഈ സ്കൂളിൽ പ്രവേശനമുള്ളൂ, ഡ്രസ്സിൽ ഒരു യൂണിഫോം നിയമം ഒരു പ്രത്യേക പ്രൈവറ്റ് കമ്പനി തീരുമാനിക്കും. ഞാൻ പറയുന്നത് അപ്പൊ അതിന് ആ യൂണിഫോം ബുദ്ധിപരമാണെന്നാണ് താങ്കൾ പറയുന്നത്? പ്രഥമ നീല ധരിക്കണമെന്ന് ഈ ടീമും ചുവപ്പ് ആവണമെന്ന് ആ ടീമും തീരുമാനിക്കുമ്പോൾ അതാണ് ബുദ്ധിയെങ്കിൽ ഇത് ബുദ്ധി അല്ലാതെ പറയേണ്ടി വരും. അതല്ല, അപ്പൊ വ്യത്യസ്ത യൂണിഫോമുകൾ തീരുമാനിക്കുന്നതിന് മാനദണ്ഡം എന്താണ്? ഒരു കുട്ടിക്ക് തോന്നാണ് എനിക്ക് നീല ഇഷ്ടമല്ല സാറേ, അത് കളറിനോട് താല്പര്യമില്ല സാറേ, ആ കുട്ടിയോട് പറയുന്നത് നീ ധരിച്ചേ പറ്റൂ. സ്വന്തം ഡ്രസ് ഇടാൻ പോലും അവരുടെ താല്പര്യത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു ശാസ്ത്രം. ഇത് അസ്ഹരി ബിരുദം പഠിക്കുമ്പോഴുള്ള മണ്ടത്തരം വരുന്നതാണോ? നമ്മുടെ നാട്ടിൽ ചില പാർട്ടികളിൽ ചേരുന്നതിന് ശേഷം മണ്ടന്മാരാവുന്നതാണോ, അതോ മണ്ടന്മാർ മാത്രം ആ പാർട്ടി ചേരുന്നതാണോ എന്ന് ചോദിക്കുന്നത് പോലെ ഈ നിലവാരത്തിലേക്കൊക്കെ വിവരക്കേട് പറയാനുള്ള പ്രത്യേക ട്രെയിനിങ് അസ്ഹരി ബിരുദവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ടോ എന്നും അവിടുത്തെ സിലബസ് ഇന്റർനാഷണൽ മണ്ടത്തര യൂണിവേഴ്സിറ്റി ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ ഒരു മനുഷ്യന് മണ്ടനാവാൻ പറ്റുമോ? അതോ മണ്ടത്തര അഭിനയിക്കുകയാണോ? ഒരു സ്കൂളിൽ നീല യൂണിഫോം, ഒരു സ്കൂളിൽ വെള്ള യൂണിഫോം. നീല യൂണിഫോം ഇടുന്ന കുട്ടികളുടെ സ്കൂളിലെ കുട്ടികൾക്ക് പച്ച ഇടാനും പച്ച യൂണിഫോമുള്ള കുട്ടികൾക്ക് ചോപ്പിടാനും ആഗ്രഹം. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഉസ്താദിന്റെ ചോദ്യം. പൊന്നാര ഉസ്താദ്, സ്കൂളിൽ യൂണിഫോം എന്തിനാണ് നടപ്പിലാക്കുന്നത് എന്നതിനെ കുറിച്ചെങ്കിലുള്ള മിനിമം ബോധം ഒന്നുകിൽ ഉസ്താദിന് വേണം, അല്ലെങ്കിൽ ഉസ്താദിന്റെ മുമ്പിൽ മതരഹിതനാണ് എന്ന് അഭിനയിച്ച് നിൽക്കുന്ന ഈ ചോദ്യകർത്താവിന് വേണം. അപ്പൊ ഇവർ രണ്ടാളും കൂടി മത്സരിച്ച് പൊട്ടത്തരം, ഒരാൾ പൊട്ടത്തരത്തിന്റെ ഏണി വെച്ച് കൊടുക്കും, മറ്റേ ആൾ പൊട്ടത്തരത്തിന്റെ മുകളിൽ ബിൽഡിംഗ് പണിയും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മണ്ടൻ ചോദ്യത്തിന് മരമണ്ടൻ ഉത്തരം എന്ന് ഈ പരിപാടിക്ക് ടൈറ്റിൽ ഇട്ടത്. ആ ടൈറ്റിൽ കറക്റ്റ് ആണോ അല്ലേ നിങ്ങൾ പറയും. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വാദം. നിങ്ങൾക്കറിയാം ഒരു കാര്യം, മതത്തിൽ ഏത് പ്രശ്നത്താലും വിസ്തരിക്കാന്നാണ് നമ്മുടെ മതം പറഞ്ഞത്. ആലോചിക്കണം നിങ്ങൾ മതത്തിന്റെ ഒരു വിശാലത. മനുഷ്യരുണ്ടാക്കിയ ഭൗതിക നിയമങ്ങളെക്കാളും എത്രയോ വിശാലമാണ് കൂട്ടരെ മതത്തിലെ നിയമങ്ങൾ. നോക്കൂ, ചില സ്കൂളുകളിൽ വെള്ളയും നീലയും, ചില സ്കൂളുകളിൽ പിന്നെ പിങ്കും റെഡും. പക്ഷേ മതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഏത് വസ്ത്രം ഇട്ടിട്ടും നിസ്കരിക്കാം, ഏത് കളറുള്ള പർദ്ദയും ധരിക്കാം, ഏത് കളറുള്ള ഹിജാബും ധരിക്കാം എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇത്രയും സ്വാതന്ത്ര്യമുള്ള, ഇത്രയും വിശാലതയുള്ള മറ്റേത് മതമാണ് ലോകത്തുള്ളത് എന്നാണ് ഉസ്താദിന്റെ വെല്ലുവിളി. എല്ലാ മതങ്ങളിലും വിശിഷ്യ ഇസ്ലാം മതത്തില് ഭയപ്പെടുത്തി വിശ്വാസികളെ നയിക്കാനുള്ള ഒരു ശിഷ്ടാണുള്ളത്. പട്ടാളം ഉണ്ട്. അല്ല, അത് നരകം, സ്വർഗം, ഖബർ, അങ്ങനെ സോറി കേട്ടോ, ഞാൻ ഇങ്ങനെ ചിരിക്കാറൊന്നുമില്ല. ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല, പൊതുവിൽ മതങ്ങൾക്കെതിരെയുള്ള ആരോപണം മതം മനുഷ്യനെ ഭയപ്പെടുത്തുന്നു. മരണം പറഞ്ഞും ഖബർ പറഞ്ഞും നരകം പറഞ്ഞും ആളുകളെ ഭയപ്പെടുത്തുന്നു. മതത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുത്താൻ വേണ്ടി, മതത്തിന് കീഴൊതുക്കാൻ വേണ്ടി ഇത്തരം ഭയം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. അപ്പോ മതത്തിലെ ഖബറിലെ മലക്ക് കൊണ്ടിരുന്ന ഇരുമ്പ് ദണ്ടിനെ നമ്മുടെ പോലീസിന്റെ കയ്യിലുള്ള ലാത്തിയുമായിട്ട് ഉസ്താദിന്റെ മാരകമായ ഉപമ എന്നൊക്കെ പറഞ്ഞ ഇനി എവിടെ ചെന്ന് നിൽക്കുന്നു കണ്ടറിയണം. എന്നോട് ലാത്തി ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു ലാത്തി വീശി എന്ന് പറഞ്ഞു, പോലീസ് ലാത്തി വീശി എന്ന് പറഞ്ഞു. അതിപ്പോ ഭരണപക്ഷം വീശും, പ്രതിപക്ഷം അത് പറയും. അടുത്തത് പ്രതിപക്ഷം ഭരണപക്ഷമായി മാറുമ്പോൾ ഭരണപക്ഷം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അപ്പൊ പറയും ലാത്തി വീശി പഠിപ്പിച്ചു എന്ന് പറയും. ഇതൊക്കെ ചെറിയ കുട്ടികളുടെ ചർച്ചയാണ് ശരിക്കും, നമ്മുടെ മുമ്പിൽ പറയേണ്ടതല്ല. അത് ഏതായാലും ഞാൻ പരിഗണിച്ചു. ഈ ലാത്തി വീശി എന്നുള്ളത് ആളുകൾ പഠിപ്പിക്കാനല്ലേ? സ്വതന്ത്രമായിട്ട് സമരം ചെയ്യുന്ന ഒരു ടീമിന്റെ മുമ്പിൽ എന്തിനാണ് ലാത്തി വീശുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ തോക്ക് പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ കണ്ടിട്ടില്ലേ? അതിർത്തിയിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? പൊന്നാര ഉസ്താദെ, ഇതൊക്കെ മനുഷ്യരുടെ ഗതികേട് കൊണ്ട് മനുഷ്യർ കണ്ടെത്തുന്ന സാധനങ്ങളാണ്. ഇവിടെ പോലീസും പട്ടാളവും നിയമമൊക്കെ ഉണ്ടാവുന്നത് മനുഷ്യൻ ആവശ്യമുള്ളത് കൊണ്ട്, മനുഷ്യൻ ആവശ്യമുണ്ട് എന്ന് തോന്നി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിനെയാണോ നിങ്ങൾ അള്ളാന്റെ ഖബറും, അള്ളാന്റെ ഖബറിലേക്ക്, മീൻസ് നമ്മളെ മുസ്ലിങ്ങളുടെ ഖബറിലേക്ക്, അല്ലെങ്കിൽ വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ ഖബറിലേക്ക് ഇരുമ്പ് ദണ്ടും ചങ്ങലയുമായിട്ട് ഏന്തി വലിഞ്ഞു വരുന്ന മലക്കുകളെ സംവിധാനിച്ച പടച്ചോനായിട്ട് താരതമ്യം ചെയ്യുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? പടച്ചോൻ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്രയും ഗതിയില്ലാത്ത ഒരു മനുഷ്യനാണ്, അത്രയും ശക്തിയില്ലാത്ത ഒരു മനുഷ്യനാണെന്നാണോ? എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ നരേന്ദ്രമോദിനേക്കാളും കഷ്ടപ്പാടാണ് പടച്ചോന് എന്നാണോ? അതുകൊണ്ടാണോ അള്ള മലക്കിന്റെ അടുത്ത് കുന്തവും ചങ്ങലയായിട്ട് ആളെ പറഞ്ഞേക്കുന്നത്? കഷ്ടം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടങ്ങളിലും തോക്ക് പിടിച്ചുകൊണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നുണ്ടാവും. ക്യാഷ് കൊടുത്ത്, പൈസ കൊടുത്തിട്ട് അവർക്ക് ജോലി കൊടുത്തിരിക്കുകയാണ്. തോക്ക് പിടിച്ച് നിൽക്കാൻ പൈസയാണ്. പൈസ കൊടുത്ത് തോക്ക് പിടിച്ച് ആളെ പേടിപ്പിക്കാൻ ആളെ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് എത്ര കോടികളാണ് ചെലവഴിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? ഈ വലിയ വലിയ ബോംബുകൾ നിർവീര്യമാക്കാൻ പറ്റിയ കോടിക്കണക്കിന് രൂപയുടെ എത്ര ഉപകരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം
പേടിപ്പിക്കുന്നതിന്റെ ഒരു വലിയ മുഖം ഒരു രാജ്യത്തുണ്ട്. അതില്ലെങ്കിൽ ഒരു രാജ്യത്തിന് നിലനിൽപ്പ് പോലുമില്ല എന്നതുപോലത്തെ ഒരു ഗതികേടാണ്. അതായത് ഇപ്പം നമുക്ക് ഭൗതികമായി ഈ ലോകത്ത് രാഷ്ട്രങ്ങൾ നിലനിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ സംവിധാനം, പോലീസ്, പട്ടാളം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംവിധാനങ്ങളില്ലാതെ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്നതുപോലെ മനുഷ്യർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ നിയന്ത്രിക്കുന്നതിനും അവർ കൊണ്ടുണ്ടാവുന്ന അക്രമങ്ങളും അനീതി ഇല്ലാതാക്കുന്നതിനും അള്ളാഹ്ക്ക് മലക്കുകൾ എന്ന പട്ടാളമില്ലാതെ കഴിയൂല സുഹൃത്തുക്കളെ. അള്ളാഹിന്റെ ഗതികേട് കൊണ്ടാണ്. നിങ്ങൾ അള്ളാഹിനെ തെറ്റിദ്ധരിക്കരുത്. വാസ്തവത്തിൽ അള്ളാഹു ഒരു പാവ മനുഷ്യനാണ്. പക്ഷേ മനുഷ്യന്മാർ കോലം കെട്ടുപോയത് കൊണ്ടും മനുഷ്യന്മാർ ഫിത്തന ഉണ്ടാക്കുന്നത് കൊണ്ടും അവരെ ശിക്ഷിക്കാൻ ഖബറും നരകവും അതിലുള്ള ഏർപ്പാടാക്കാതെ പടച്ചവൻ എന്ത് ചെയ്യും? ഗതികേട് കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അതിർത്തികളിൽ പട്ടാളത്തെ ഏർപ്പാടാക്കുന്നത് പോലെ, കേരളത്തിൽ പോലീസ് ഉള്ളതുപോലെ, ഇവിടെ ജയിലുള്ളത് പോലെ, ഇവിടെ ശിക്ഷയും കോടതിയും ഒക്കെ ഉള്ളതുപോലെ മനുഷ്യർക്കുള്ള ഇതേ പരിമിതിയൊക്കെയുള്ള ഇതിനേക്കാളും ഗതികെട്ട ഒരു ദൈവമാണ് ദൈവം. ആ ദൈവത്തിന്റെ നിയമമാണ് എന്ത്? മതം. നിങ്ങൾ അള്ളാന്റെ അവസ്ഥ മനസ്സിലാക്കണം. വെറുതെ മതത്തിനെ കുറ്റം പറയില്ലേ. പിന്നെ അത് പേടിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ഭൗതിക രംഗത്തുള്ള ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മതത്തിന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞെന്ന് വെടിവെക്കാൻ ശ്രമിക്കുന്നത്? ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിയുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിയുന്ന കാര്യമുള്ളൂ. ഉസ്താദിന്റെ ഈ പ്രസംഗം ഓരോ 2 മിനിറ്റിലും ഒന്ന് പോസ് ചെയ്തിട്ട് കേൾക്കുക, ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹുവിനെ നിങ്ങൾ കിങ് ജോങ് ഉന്നുമായിട്ടും റഷ്യയുടെ പ്രസിഡന്റായിട്ടും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്യാം. ഇവരെക്കാളൊക്കെ ഗതികെട്ട ആളാണ് അള്ളാഹ്. അള്ളാഹ്ക്ക് എത്ര മലക്കുകൾ, എത്ര കാലം. നിങ്ങൾ ആലോചിക്കണം. സർവശക്തനായ പടച്ചോൻ എന്റെ ഇടവും വലവും മലക്കിനെ ഏർപ്പാടാക്കിയാണ്. എന്തിനറിയോ? ഞാൻ എന്താ പറയണത്, ഞാൻ എവിടെയാ പോകുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട്. അത് നല്ലതാണെങ്കിൽ ഇവിടെയും, ചീത്തയാണെങ്കിൽ ഇടത്തെ ഭാഗത്തും കൂത്തിയിരുന്ന് എഴുതാണ് മലക്കുകൾ. എന്തിനാ? കണക്കെടുപ്പ് ദിവസം അവിടെ പുസ്തകം കൊണ്ട് ചെല്ലണം. പടച്ചോൻ ഈ കണക്ക് നോക്കി പുസ്തകം നോക്കിയിട്ടാണ് ബാക്കി ഏർപ്പാടൊക്കെ. അപ്പൊ ഇതുപോലെ രാജ്യത്ത് നിയമമുള്ളതുപോലെ, പട്ടാളമുള്ളതുപോലെ, കോടതി ഉള്ളതുപോലത്തെ ഒരു സംവിധാനമാണ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല, ഭൗതികമായിട്ട് പോലും മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാണ് ഉസ്താദ് പറയുന്നത്. പിന്നെ അതിനേക്കാളും ഗതികെട്ട പടച്ചോന്റെ കാര്യം പറയാനുണ്ടോ? സർവശക്തനായ ദൈവം വളരെ ദുർബലനായ ഒരു മനുഷ്യനെ അവസാനിക്കാത്ത കാലം അഗ്നി കൊണ്ട് ശിക്ഷിക്കുക, ഇത്രയും ക്രൂരനാണോ ദൈവം എന്ന് പറഞ്ഞാൽ? അവസാനിക്കാത്ത ഒരു കാലം ഉൾക്കൊള്ളാൻ ഒരാളുടെ മരണത്തെക്കാൾ വലിയ ശിക്ഷ വേറെ വല്ലതും ഉണ്ടോ? ഉണ്ട്. അതെന്താണോ? അത് അവസാനിക്കാത്ത കാലം അഗ്നിയിലിട്ട് പൊരിക്കുക. അതിന് അങ്ങനെ ഒരു കാലമല്ലല്ലോ. ഉണ്ടെന്നാളെ പറഞ്ഞേ. മതത്തിന്റെ ആളുകൾ പറയുന്നത് ഉണ്ട്. ആളുകൾ പറയുന്നതിലേക്ക് മുമ്പിൽ മൊത്തം പോകണം. ഞാൻ നമ്മുടെ ഭൗതിക കാര്യത്തിൽ സംസാരിക്കുകയാണ്. സർവശക്തനായ ദൈവം നിസാരനായ മനുഷ്യനെ ഇങ്ങനെ കാലങ്ങളില്ലാത്ത കാലത്തോളം അല്ലെങ്കിൽ അനന്തമായി തീയിലിട്ട് പൊരിക്കോ ഉസ്താദ് എന്നാണ്. ഇത് പുറത്തുനിന്നുള്ള ചോദ്യം ഉസ്താദിന് മറുപടി പറയാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ ചെത്തി വെച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അതിനെ മറികടക്കാനുള്ള ഉസ്താദിന്റെ ഗൂഗിളുകളാണ് അടുത്തത്. എന്ത്? മരണത്തിനേക്കാളും വലുതുണ്ടോ? ഉണ്ട്. എന്താണ്? അനന്തമായ കാലത്തോളം നരകത്തിലിടും. അങ്ങനെ ഒരു കാലം ഉണ്ടോ? ഉണ്ടെന്നാണല്ലോ മതം പറയണത്. അല്ല, മതത്തിലേക്ക് പോകണമെങ്കിൽ മൊത്തം പോകേണ്ടി വരും. അതിപ്പോ പോണ്ട, നമ്മളിവിടെ ഭൗതികത്തിൽ നിൽക്കാം എന്നാണ്. ഭൗതികത്തിൽ നിൽക്കുന്നവർക്ക് എന്തിനാണ് ഉസ്താദെ മതത്തിന്റെ നിയമം? ഇനി ഇദ്ദേഹം ചോദിച്ച ചോദ്യവും ഇത്ര നേരം ഇദ്ദേഹം പറഞ്ഞ മതത്തിന്റെ നിയമവും അള്ളാന്റെ ഗതികേടും എല്ലാം കൂടെ ചേർത്ത് ഇദ്ദേഹം തന്നെ അവസാനം കൊണ്ടുപോയി കല മുടക്കുന്ന കാഴ്ചയും നമ്മൾ കാണും. ഭൗതിക ബോധത്തിൽ ജീവിക്കുന്ന, ശാസ്ത്രത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന താങ്കളെ പോലത്തെ ആളുകളാണ് എന്റെ ചോദ്യം. ശാസ്ത്രലോകത്ത് അംഗീകരിച്ചുകൊണ്ട് ഭൗതിക ലോകത്തെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാണ്? ഏറ്റവും വലിയ ഒരു സുഖമായിരിക്കും ചിലപ്പോൾ മരണം. കാരണം ജീവിതത്തിലുടനീളം മാരക രോഗം ബാധിച്ച് വേദന തിന്നുന്ന ഒരു മനുഷ്യന് മരണം ഒരു വലിയ സമാധാനമാണ്. പുസ്തകം അതിന് മോളിൽ കൂടെ ഒരൊറ്റ ചാട്ടാണ്. എങ്ങോട്ടാ? ഞാൻ ചോദിക്കുന്നത്, ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്ന ജയിൽ ശിക്ഷകളൊക്കെ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ച ആളുകൾക്ക് ജയിൽ അറയിൽ അവരെ കൊണ്ടിട്ട് മാപ്പ് കൊടുക്കാൻ എന്ത് കരുണയില്ലാത്ത മതം രാജ്യ നിയമങ്ങളാണ്. എത്ര പേരാണ് ഇപ്പൊ ജയിലിലൊക്കെ കിടക്കുന്നത്? എത്ര കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയുടെ ഉള്ളിൽ പല ജയിലുകളിലായിട്ട് കഴിയുന്നുണ്ട്. മാപ്പ് കൊടുത്തവർക്ക് ഒന്ന് പുറത്തു ഇറങ്ങാനുള്ള അവസരം കൊടുത്തൂടെ? ഒരു കയ്യബദ്ധം സംഭവിച്ചു, അവരുടെ എന്തോ ഒരു ഫാൾട്ട് സംഭവിച്ചു, ശരിയാണ്. 40 വർഷം 60 വർഷമൊക്കെ എത്ര ആളുകളാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത് ഇന്ത്യ രാജ്യത്ത്? അപ്പൊ കാലാകാലം നരകത്തിലിടുന്നതിന്റെ യുക്തിയെ നമ്മളിവിടെ ജീവപര്യന്തമൊക്കെ ശിക്ഷിക്കപ്പെട്ട ക്രിമിനൽസിനോട്, കുറ്റവാളികളോട് ഉപമിക്കുകയാണ്. ഭൗതികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആകെ ഒരു ജന്മല്ലേ ഉള്ളൂ. അവരെ മൊത്തത്തിൽ ജയിലിലിട്ടാൽ എന്താ പ്രശ്നം? മീൻസ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഈ ചോദ്യത്തിന് രസകരമായ കാര്യം എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം ഉസ്താദ് തന്നെ പറയുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഉസ്താദ് വിശദീകരിച്ചിട്ട് ബാക്കി നമുക്ക് പറയാം. ഇവിടെയാണ് നമ്മുടെ വിഷയം. ഭൗതികം മാത്രമാണ് ജീവിതം എന്ന് പറയുമ്പോൾ ഈ ശിക്ഷയേക്കാൾ വലിയൊരു ശിക്ഷയില്ല. കാരണം അവനക്ക് ഈ ജീവിതമേ ഉള്ളൂ. ആകെയാലുള്ള ഒരു ജീവിതത്തെ മുഴുവനും ഇതാണ് ജീവിതം, ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഈ ശിക്ഷയുടെ ആഴം എത്ര വലുതാണ്? ഇദ്ദേഹത്തിന് ഒരു ജീവിതമേ ഉള്ളൂ, മരിച്ചാൽ അവസാനിക്കുന്നു, പുനർജന്മം പോലുമില്ല. അപ്പൊ പിന്നെ ഈ ശിക്ഷ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ പുനർജന്മ ലോകത്ത് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ശിക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? അതാണ് ചോദ്യം. ആകെ ഒരു ജന്മമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഭൗതിക ലോകത്ത് ശിക്ഷ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കാലം 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ആളുകളെ ജയിലിലിടുമ്പോൾ
അവരുടെ ശിക്ഷയ്ക്ക്, അവരുടെ തെറ്റിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് ജയിലിടുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ എന്തർഹത എന്നാണ്. ചില ആളുകളുടെ ഉത്തരം മുട്ടി നിൽക്കുകയായിരിക്കും. ഉത്തരത്തിലേക്ക് വരാം. ഉസ്താദിന്റെ വിശദീകരണം ഒന്നങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ശിക്ഷ, അതാണ് രക്ഷയുടെ നിലനിൽപ്പ്. ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെ അങ്ങനെയാണ് അവതരിപ്പിച്ചത്. വലക്കും ഫിൽ ഖിസാസി ഹയ. ഒരാളെ നമ്മൾ ജയിലറക്കുള്ളിലാക്കുന്നതോ കൊല ചെയ്യുന്നതോ നമ്മൾ ചെയ്യാതിരുന്നാൽ, ഒരൊറ്റ സിംഹം ഇറങ്ങിയാൽ എത്ര ആളുകളെയാണ് അത് വേട്ടയാടുന്നത്? ഒരു മനുഷ്യൻ മൃഗത്തെക്കാൾ അകപ്പെട്ടിച്ചാൽ അവനെ കൊണ്ട് ഒരുപാട് ആളുകൾ നശിക്കും. അവനെ പൂട്ടിയിടേണ്ടി വരും. അത് ശാസ്ത്രീയമായ നിയമമാണ് ഞാൻ പറയുന്നത്, ഭൗതിക നിയമമാണ് ഞാൻ പറയുന്നത്. ആ ഭൗതിക നിയമത്തിന് അനുസൃതമായിട്ടുള്ള നിയമം മാത്രമാണ് പടച്ചോൻ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഹിസാസിൽ, അതായത് പ്രതിക്രിയയിൽ ജീവിതമുണ്ട് എന്ന്. ശിക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത് രക്ഷാ നിയമത്തിന്റെ മറുവശമാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. ശിക്ഷയില്ലാതെ രക്ഷിക്കാൻ കഴിയാത്ത സർവശക്തന്റെ പേരാണ് പടച്ചോൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്താദെ, എവിടത്തേക്കാണ് ഈ പറഞ്ഞു പോകുന്നത്? ഇനി ഉസ്താദ് പറയുന്നത് ഭൗതികമായിട്ട് തെറ്റും കുറ്റവും കോടതിയും ശിക്ഷയും ജയിലും ഒക്കെ ഉണ്ടാവേണ്ടുന്നതിന്റെ കാരണമാണ്. എന്താണ് അത്? ഉസ്താദ് ഒന്നാണ് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അതുകൊണ്ട് ജയിലില്ലാത്തൊരു രാജ്യം, ജയിലില്ലെങ്കിൽ രാജ്യത്തിന് നിലനിൽപ്പില്ല. ഒരു രാജ്യവും സമാധാനമല്ലാതെ കാക്ഷിക്കുന്നുമില്ല. സ്വാതന്ത്ര്യമല്ലാതെ ഒരു രാജ്യവും പറയുന്നില്ല. ഇത്രയും സ്വതന്ത്രമായ ഇന്ത്യ രാജ്യത്ത് എന്തിനാണ് ജയിൽ? സ്വാതന്ത്ര്യം കൂടുന്തോറും ജയിൽ കൂടുകയാണ് വേണ്ടത്. കാരണം സ്വതന്ത്രമായി ജീവിക്കാൻ ആളുകൾക്ക് അനുവദിക്കണം. ആളുകളെ അനുവദിക്കണം. അതിനെതിരെ ആര് കളിച്ചാലും അവന് ജയിൽ കിടക്കണം. അപ്പോ രക്ഷയ്ക്ക് വേണ്ടിയാണ്, രക്ഷയുടെ അനിവാര്യമായിട്ട് വരുന്നതാണ് ശിക്ഷ. ശിക്ഷ ഒരു ലക്ഷ്യമല്ല, രക്ഷയാണ് ലക്ഷ്യം. ഇത് ഭൗതികമായ കാര്യത്തിൽ ഉസ്താദ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതമായും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടി ആ രാജ്യത്തിലുള്ള പൊതുവിൽ എല്ലാ ജനങ്ങളുടെയും, പൊതുവിൽ ലോകത്തെ മനുഷ്യരുടെയും സുഗമമായ ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും ഉണ്ടാക്കും. അത് രക്ഷയ്ക്ക് വേണ്ടിയാണ്, ശിക്ഷയ്ക്ക് വേണ്ടിയല്ല. ഉസ്താദ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് ഭൗതികമായ കാര്യങ്ങളിൽ. കാരണം അപ്പോഴും അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ടാക്കി വെക്കേണ്ടുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ, സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ അപകടകാരിയായി മാറുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ആളുകളുടെ പൊതുവായ സുരക്ഷിതത്വത്തെ മുൻനിർത്തി ഈ അപകടകാരിയായ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും, ഡിറ്റെയിൻ ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി ജയിലുകൾ ഉണ്ടാക്കേണ്ടി വരും. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് തെറ്റുകളിൽ നിന്ന് ആളുകളെ തടയാൻ, ചെയ്യാനുള്ള ത്വര വരുമ്പോൾ അതിനെ തടയാനുള്ള സംവിധാനങ്ങളായിട്ടും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇത് മനുഷ്യൻ ഒരു ഭൗതിക ജീവിയായി പല ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ ഒരു പൊതു പ്രദേശത്ത് ഒരു പൊതു നിയമത്തെ അനുസരിക്കേണ്ടതിനെ, അംഗീകരിക്കേണ്ടതിൻ്റെയും സുഗമമായിട്ട് പൊതുവിൽ ജീവിച്ചു പോകേണ്ടതിൻ്റെയും ആവശ്യത്തിലേക്ക് മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത നിയമമാണ്. എന്നാൽ ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ പോലും ആ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി ഒരു മനുഷ്യനാണ് എന്നുള്ള മാനവികമായ, മാനുഷികമായ പരിഗണനയും നിയമപരമായ സുരക്ഷിതത്വവും അദ്ദേഹത്തിന്റെ അവകാശങ്ങളും വകവെച്ച് കൊടുക്കണം എന്നാണ് മനുഷ്യന്റെ നിയമം. തെറ്റ് ചെയ്തു എന്നതുകൊണ്ട്, തെറ്റുകാരനാണ് എന്നതുകൊണ്ട് മനുഷ്യത്വരഹിതമായ രീതിയിൽ ഇടപെടാൻ പറ്റില്ല, നീതി നിഷേധിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യർക്ക് അങ്ങനെ പല നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മനുഷ്യരുടെ പൊതുവായ മുന്നോട്ട് പോക്കിന് ഗുണകരമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നത് കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇതേ ആശയമാണ് മതത്തിൻ്റെതും എന്ന് പറയാൻ കഴിയുമോ? ഇതേ ലക്ഷ്യത്തിലാണ് അള്ളാഹു നിയമം ഉണ്ടാക്കിയത് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട് കഴിയില്ല? 2-3 കാരണങ്ങൾ കൊണ്ട് കഴിയില്ല. ഉസ്താദ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഞാൻ പറയാം. ഒന്നുകൂടി പറയാം. രക്ഷിക്കുക, സ്നേഹിക്കുക എന്നതാണ് ലക്ഷ്യം. ശിക്ഷിക്കുക, നോവിക്കുക അത് ലക്ഷ്യമേ അല്ല. രക്ഷിക്കുക, സ്നേഹിക്കുക, സാന്ത്വനം നൽകുക എന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ശിക്ഷിക്കലും നോവിക്കലും അതിന്റെ അനിവാര്യ തലങ്ങളിൽ പെട്ടുപോകുന്നു എന്ന് മാത്രം. ഇത് ഇസ്ലാമികമായി, ദൈവികമായി, വിശ്വാസപരമായി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉള്ള ഉപാധിയുടെ ഭാഗം ആളുകൾക്ക് സ്നേഹത്തോടെയും സുരക്ഷിതമായിട്ടിരിക്കാനും വേണ്ടി അതിന്റെ അനിവാര്യമായ ഒരു ഘടകമായിട്ടാണ് ശിക്ഷയും നരകവും ഉണ്ടായത് എന്ന വാദം അസംബന്ധമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇസ്ലാമിന്റെ കഥകൾക്ക്, ദൈവികമായ കഥകൾക്ക് നിരക്കാത്തതാണ്. എന്താണ് എന്ന് ഞാൻ പറയാം. ഒരു രാജ്യവും ജയിലിൽ ആളെ നടക്കാൻ വേണ്ടി രാജ്യത്ത് നിയമങ്ങൾ പണിയുന്നില്ല. നിയമം എഴുതുന്നവരെല്ലാം ഈ രാജ്യം സമാധാനത്തോടുകൂടി ജീവിക്കണം, മുന്നോട്ട് പോകണം. ഈ രാജ്യത്തെ ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം വേണം. അവന്റെ സ്വത്തിനും അവന്റെ ശരീരത്തിനും അവന്റെ ആരോഗ്യത്തിനും ഒരു അപകടവും വരാൻ പാടില്ല എന്ന നിയമം സ്വതന്ത്രമാവണം. എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കണമെന്ന് എഴുതുമ്പോൾ ഒരു രാജ്യവും രാജ്യത്തെ ജനങ്ങളെ എങ്ങനെങ്കിലും ആളുകളെ ശിക്ഷിക്കണം, ജയിലുകൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നിയമം എഴുതിയുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ജയിലുകൾ നിറക്കപ്പെട്ടതിന് ശേഷം, ജയിലുമായി വാഗ്ദത്തത്തിലെത്തി എത്തിയതിനു ശേഷം ഒരു ജയിലിനോട് എനിക്ക് ഇത്ര ആളെ തരാം, എനിക്ക് ഇത്ര ആളെ തരാം എന്ന് കരാറുണ്ടാക്കിയിട്ട് അങ്ങനെ ജയിലിൽ ആളെ നിറക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കുന്ന നിയമങ്ങളല്ല രാജ്യത്തിന്റെ നിയമങ്ങൾ, മനുഷ്യർ എഴുതിയുണ്ടാക്കുന്ന നിയമങ്ങൾ. പകരം ഇവർ പൊതുവായിട്ടുള്ള മനുഷ്യരുടെ മുന്നോട്ട് പോക്കിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. അതിനെ തുരങ്കം വെക്കുന്നവരെ, അതിന് തടസ്സമാകുന്നവരെ, മറ്റുള്ളവരുടെ ജീവനും സുരക്ഷിതത്വത്തിനും ഭീഷണിയായിട്ട് ഉയർത്തുന്നവരെ, അവരെ അതിൽ നിന്ന് തടയാനുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഒരുക്കി വെക്കുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്
പ്രിക്കോഷണറി ആയിട്ടുള്ള സാധനങ്ങളാണ്, അതല്ലാതെ ശിക്ഷിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ നിയമങ്ങളല്ല. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ക്യാമറകൾ വെച്ചിട്ടുണ്ട്, ഈ ട്രാഫിക് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറകൾ വെച്ചതിന്റെ അടുത്ത് തന്നെ ചിലപ്പോൾ ഒരു 50 മീറ്ററോ 100 മീറ്ററിലൊക്കെ ഇപ്പുറത്ത് ക്യാമറയുണ്ട് എന്ന് സൈൻ ബോർഡും കാണാൻ പറ്റും. ക്യാമറ വെച്ചിട്ട് ക്യാമറയുടെ സൈൻ ബോർഡുകൾ. നമ്മുടെ നാട്ടിലുള്ള പോലീസുകാർ പതിയിരുന്ന് ഇര പിടിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പൊതുവിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാ മനുഷ്യരുടെയും സുരക്ഷിതത്വത്തിന് ഭംഗം വരുന്ന രീതിയിൽ ആളുകൾ പെരുമാറാതിരിക്കാനുള്ള ഒരു കരുതലിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഹെൽമെറ്റ് ഇടാത്തതിന് 500 രൂപ പിഴ എന്ന് പറഞ്ഞിട്ട് അപ്പൊ 100 ആള് ഹെൽമെറ്റ് ഇടാതെ ഇറങ്ങിയാൽ ഖജനാവിലേക്ക് 50,000 വരും എന്ന കണക്കിലല്ല. ഈ പിഴ അടയ്ക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന വ്യക്തിയുടെയും അതിന് ചുറ്റുമുള്ള മനുഷ്യരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷനോട് കൂടി തന്നെ എടുക്കുന്ന ഫൈനാണ്. അതങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടാവും. പലയിടത്തും സ്പീഡ് മീറ്ററുകൾ അല്ലെങ്കിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ട് ക്യാമറ വരുന്നു എന്ന് സൈൻ ബോർഡും വെച്ചിട്ടുണ്ടാവും. അപ്പൊ രക്ഷയാണ് ലക്ഷ്യം, ശിക്ഷയല്ല ലക്ഷ്യം. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. അപ്പൊ ഈ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നിയമങ്ങളെ, അതിരുകളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കുമെന്നാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക എന്നത് സമൂഹത്തിന്റെ പൊതുവായ മുന്നോട്ട് പോക്കിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അതും ഈ പറയപ്പെടുന്ന പൊതു സുരക്ഷിതത്വത്തിനും സൗകര്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഒരാളെ മാറ്റി നിർത്തൽ അനിവാര്യമാകുമ്പോൾ അയാളെ മാറ്റി നിർത്തും. അഥവാ വല്ലൊരുത്തനും ഈ നിയമത്തിനെതിരെ വന്നാൽ, ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, വല്ലവന്റെ സ്വത്തിനോ ആരോഗ്യത്തിനോ എതിരെ ആരെങ്കിലും കൈകടത്തലുകൾ നടത്തിയാൽ അവന് തക്കതായ ശിക്ഷയുണ്ടാകും. അതിനുവേണ്ടി ഈ രാജ്യം ഇത്രയും വിസ്തൃതിയുള്ള ജയിലറകളെ നിർമ്മിക്കാനും തീരുമാനിച്ചു. ഇത് ഭൗതികമായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഇസ്ലാമിനെ കുറിച്ച്, ഇദ്ദേഹം വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് പറയാം. ഓർക്കണം, ഇസ്ലാം മതം വേണോ മനുഷ്യനെ എന്ന് ആൾക്കാർ ചോദിക്കുന്നു. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ സുബൈക്ക് നീക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും പറഞ്ഞു ഒപ്പിച്ചത്. എന്നിട്ട് അവസാനം പറയുന്നത് രക്ഷയാണ് ലക്ഷ്യം, ശിക്ഷയല്ല എന്നാണ്. ഇസ്ലാമിന്റെ കാര്യത്തിൽ തെറ്റാണ്. ഇസ്ലാമിന്റെ കാര്യത്തിൽ ശിക്ഷയാണ് ലക്ഷ്യം, നരകമാണ് ലക്ഷ്യം, നരകത്തിനോടുള്ള വാഗ്ദാനമാണ് ലക്ഷ്യം, നരകത്തെ നിറക്കലാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. ഇഷ്ടം പോലെ തെളിവുണ്ട്. ഇസ്ലാം പറയുന്നത് ഈ പറയപ്പെടുന്നത് പോലെ നന്മയുടെ കാവലിനും ആളുകളുടെ സുരക്ഷിതത്വത്തിനും ഉണ്ടാക്കി വെച്ച നിയമങ്ങളും അതിനെ മറികടക്കുന്നവർക്ക്, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നവർക്ക് അവരെ നിയന്ത്രിക്കുന്നതിനുള്ള ശിക്ഷാ സംവിധാനവും അല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു നമുക്ക് വേണമെങ്കിൽ സാഡിസ്റ്റ് എന്നോ ഒരു സൈക്കോ എന്നൊക്കെ വിളിക്കാവുന്ന എല്ലാ അതിന്റെ ഗുണവിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ്. ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്, മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിന് ആരാധന ചെയ്യലാണ് എന്നാണ് പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് ആരാധന കിട്ടാതെ മുട്ടി നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ മതത്തിന്റെ ലക്ഷ്യം പ്രശ്നമാണ്. ഇനി അങ്ങനെ ആരാധിക്കാൻ വേണ്ടി ശിക്ഷിച്ച പടച്ചോൻ, ആ പടച്ചോൻ ശിക്ഷിച്ച മനുഷ്യർ എന്നെ ആരാധിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയ സൃഷ്ടികൾ എന്നെ ആരാധിക്കുന്നില്ല എന്ന് വന്നാൽ അതെന്റെ പരാജയമല്ലേ? എന്റെ ലക്ഷ്യം തെറ്റിയതല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു അശക്തനാണ്, സർവശക്തൻ എന്ന വിശേഷണത്തിന് അർഹനല്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ആരാധന ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ആയിരുന്നു എങ്കിൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിന് ആരാധന അർപ്പിക്കുമായിരുന്നു. എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ മതത്തെ അംഗീകരിക്കുന്നില്ല, എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാം മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിപ്പിലെ ലക്ഷ്യം അള്ളാഹുവിന് ആരാധന ആയിരുന്നില്ല എന്നാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിശ്വാസികളോടാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു സർവശക്തനാണ് എന്ന് സങ്കല്പിച്ചാൽ, എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിന് ആരാധന അർപ്പിക്കാനുള്ള ഒരു ജീവിവർഗം ആയിരുന്നില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നരകം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യത്തെ, ഉദ്ദേശം മാത്രം മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ 80%-ലധികവും 90%-ലധികവും നരകത്തിലായിരിക്കും എന്നാണ് കണക്ക്. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച കണക്ക് പ്രകാരം 10% പോലും അള്ളാഹുവിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നില്ല. അള്ളാഹു ഒരു പരാജയപ്പെട്ട സൃഷ്ടാവല്ലാതെ മറ്റാരുമല്ല സുഹൃത്തുക്കളെ. ഇനി നരകത്തെ സൃഷ്ടിക്കുന്നു, നരകത്തോട് അള്ളാഹു വാക്ക് കൊടുക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്, ആലോചിക്കണം, ആദം നബിനെ സൃഷ്ടിക്കുന്നതിന് മുൻപാണ് അള്ളാഹു നരകം പടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. നരകം സൃഷ്ടിച്ചു വെച്ചു, സ്വർഗം സൃഷ്ടിച്ചു വെച്ചു, സ്വർഗത്തിലിട്ട് ആദമിനെ പടച്ചു. എന്തിനാണ്? സ്വന്തം തനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് നരകം സംവിധാനിച്ചത്. നരകം സംവിധാനിച്ച അള്ളാഹുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇനി ആളുകളെ നരകത്തിൽ എത്തിക്കേണ്ട ബാധ്യത ആർക്ക് വന്നു ചേർന്നു? അള്ളാഹുവിൽ വന്നു ചേർന്നു. അപ്പൊ എന്ത് ചെയ്തു? അതിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി. ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആദം നബിനെ സൃഷ്ടിച്ചു. മലക്കുകൾ ചോദിച്ചു, വേണോ പഠിച്ചോനെ? വേണ്ട, ഇത്
ആകെ കച്ചറയാവും, ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട, ആരാധന വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആവശ്യത്തിന്, ഊണില്ല, ഉറക്കമില്ല, മറ്റു പല കലാപരിപാടികളൊന്നുമില്ല, വിസർജ്യമില്ല, ഏതു നേരം അള്ളാഹുവിനെ അനുസരിക്കലും പ്രാർത്ഥിക്കലും മാത്രമായിട്ട് കഴിഞ്ഞുകൂടുന്ന മലക്കുകൾ, അള്ളാഹുവിനെ അനുസരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത മലക്കുകൾ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ എന്തിനാണ് പടച്ചോനെ ഈ ഇക്കോലത്തിൽ ഒരു ജീവിനെ സൃഷ്ടിക്കുന്നതെന്ന് മലക്കുകൾ മര്യാദക്ക് ചോദിച്ചു. അപ്പൊ അള്ള മലക്കുകളോട് പറഞ്ഞത് നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയും എന്നാണ്. ശ്രദ്ധിക്കണം. ആദനബിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നരകം പടച്ചു വെച്ചു. എന്നിട്ട് ആദമിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചു. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പം സുജൂദ് ചെയ്തില്ല എന്ന കുറ്റത്തിന് ഒരു ജിന്നിനെ പിടിച്ച് പിശാചാക്കി, ഒരു ജിന്നിനെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ജിന്നിന്, ഇബ്ലീസിന് അള്ളാഹു ഒരു ഭീകരമായ വരം കൊടുത്തു. എന്താണ്? അന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടല്ലേ ഇപ്പൊ ആള് സ്വർഗത്തിലുള്ളത്, ഈ മനുഷ്യനെ ഞാൻ ഖിയാമത്ത് നാൾ വരെ പഴപ്പിക്കും എന്ന് പറഞ്ഞു. അല്ലാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആലോചിക്കണം, സ്വർഗത്തിലുള്ള ഏർപ്പാടാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഇബ്ലീസ് സ്വർഗത്തിൽ കഴിയുന്ന ആദമിനെയും ഹവ്വയെയും പിഴപ്പിക്കാൻ വേണ്ടി വീണ്ടും സ്വർഗത്തിനകത്ത് ഒളിഞ്ഞു കയറി. അള്ളാന്റെ അറിവില്ലായ്മയാ? ഒന്നുകിൽ അള്ളാഹ്ക്ക് ഉണ്ടാക്കിയിട്ട സ്വർഗത്തിലെ ആദമും ഹവ്വയും പിശാചിന്റെ ഷെറിൽ വന്ന് പെടാതെ സുരക്ഷിതമായിട്ട് സ്വർഗത്തിനകത്ത് സുരക്ഷ ഒരുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ പാവം പഠിച്ചവനാണ്. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, സമയം തീർന്നു. അള്ളാഹ്ക്ക് സർവ്വശക്തിയൊന്നുമില്ല, അള്ളാഹ്ക്ക് ഇതേപോലെയൊക്കെ തന്നെയാണ്, നമ്മൾ എത്ര പട്ടാളക്കാരെ വെച്ചാലും നുഴഞ്ഞു കയറ്റുണ്ടാവും എന്ന് പറയുന്നത് പോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അവിടെ നമ്മൾ പ്രശ്നം വിടും. അല്ല, നിങ്ങൾക്ക് സർവ്വശക്തൻ എന്ന വാദം അപ്പോഴും ഉണ്ടെങ്കിൽ വീണ്ടും പ്രശ്നമാണ്. മലക്ക് പറയുന്നുണ്ട് ഭൂമിയിൽ എൻ്റെ മനുഷ്യനെ, എൻ്റെ അടിമകളെ ഞാൻ പഴപ്പിക്കുന്നു. ഓക്കെ എന്ന് പറയുമ്പോൾ ആദം നബി ഹവ്വയും കിടക്കുന്നത് സ്വർഗത്തിലാണ്. ആദമും ഹവ്വയും ഭൂമിയിലെത്തുന്ന ഇബ്ലീസിനോട് ആരാ പറഞ്ഞത്? അപ്പൊ അള്ളാഹ് അതിന് മുമ്പേ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് താഴത്തേക്ക് പറഞ്ഞയക്കാനുള്ള ഏതുവിനായിട്ട് ഇബ്ലീസിനെ നൈസായിട്ട് ബാക്ക് കൂടി പറഞ്ഞയച്ചിട്ട് പഴപ്പിച്ച് എന്നിട്ട് ഭൂമിയിലേക്ക് കൊടുത്തു. എന്നിട്ട് ഭൂമിയിൽ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ ഇബ്ലീസിന് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തു, സകല സ്വാതന്ത്ര്യവും. അള്ളാന്റെ സൃഷ്ടിനെ പഴപ്പിക്കാനും നരകത്തിലെത്തിക്കാനും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാക്കാനും അള്ളാഹുവിനെ കളിയാക്കുന്നവനാക്കാനുമുള്ള പ്രേരണ അതിലെ പ്രേരണ ഉണ്ടാക്കാനുള്ള കഴിവ് ഇബ്ലീസിന് കൊടുത്ത്, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ഇബ്ലീസിനെ പഴപ്പിച്ചോ, ഇബ്ലീസെ പറ്റുന്നിടത്തോളം പഴപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസിനെ അഴിച്ചുവിട്ടതാരാ? ഇബ്ലീസിനെ അഴിച്ചുവിട്ട ആള്? മര്യാദക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ട മനുഷ്യനെ അതിൽ നിന്ന് തെറ്റിച്ച് പഴപ്പിച്ച് അള്ളാഹ്ക്ക് എതിരാക്കി മാറ്റുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കാനുള്ള സകല കഴിവും കൊടുത്ത് ഇബ്ലീസിനെ സ്വതന്ത്രമാക്കി വിട്ടത് ആരാണ്? ഇബ്ലീസ് എവിടെയൊക്കെ വരുന്ന? നമ്മൾ കോട്ടുവായിട്ടാൽ അണ്ണാക്കിനകത്ത് കയറി മൂത്രമൊഴിക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അറിയോ? സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്ന സമയത്ത് അതിനിടയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇവരുടെ മതം പറയുന്നതാണ്. ചില പ്രാർത്ഥനയില്ലെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി ഇബ്ലീസ് കയറുന്നതാണ്. തമാശ പറഞ്ഞാൽ അതൊന്നും. ഇങ്ങനെ ഇബ്ലീസിനെ അഴിച്ചുവിട്ടത് ആരാണ്? മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന്, സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന കാരണമാകുന്ന ആളുകളെ ശിക്ഷിക്കണം എന്നതാണ് ഉസ്താദ് പറഞ്ഞ നിയമമെങ്കിൽ ആദ്യം പിടിച്ച് നരകത്തിലിടേണ്ടത് പടച്ചോനെയാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ ആൾ ആരെ ശിക്ഷിക്കും എന്നാണ് ഈ പറയണത്? ഇതിനൊക്കെ അപ്പുറത്തേക്ക് അള്ള ഉദ്ദേശിക്കുന്നതല്ലാത്ത ഒരു കാര്യം ഇവിടെ നടക്കൂല എന്ന് അള്ളാഹ്ക്ക് അറിയാൻ നല്ലോണം. അപ്പൊ ഈ 90% ആളുകൾ വിശ്വസിക്കാത്തതും ഭൂരിപക്ഷം ആളുകൾ നരകത്തിലായിരിക്കും എന്ന് പറയുന്നതും ഞാൻ മുർത്തദാവുന്നതും ഈ പത്തരക്ക് കുത്തിയിരുന്ന് ഈ ഉസ്താദിന്റെ വീഡിയോ റോസ്റ്റ് ചെയ്യുന്നതും ആരുടെ ഉദ്ദേശമാണ് സുഹൃത്തുക്കളെ? അള്ളാഹിന്റെ ഉദ്ദേശം. ഇനി നിങ്ങൾ പറ, നമ്മളെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടി ഭൗതികമായിട്ട് നമ്മൾ ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ജീവിതം, നിയമം, ഇതിനുമായിട്ട് അള്ളാഹിന്റെ നിയമത്തെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇതല്ല നിങ്ങൾ പഠിപ്പിച്ച അല്ല, ഇതല്ല നിങ്ങളെ വിശ്വാസം അനുസരിച്ച അല്ല. എന്നിട്ട് ഈ ഇബ്ലീസിനൊക്കെ പറഞ്ഞയച്ചിട്ട് ഒരു ഇബ്ലീസിനെതിരെ 1,20,000-ലധികം അംബിയ മുർസലികളെ പറഞ്ഞയക്കേണ്ടി വന്നു പടച്ചോനെ. 100 ഏടും 4 കിതാബും കൊടുത്തയക്കേണ്ടി വന്നു പടച്ചോനെ. നിങ്ങൾ ഇന്നെ തന്നെ ആരാധിക്കണം, ഞാനല്ലാതെ ആരാധനയില്ല എന്ന് പറയാൻ വേണ്ടി ഒറ്റ ഇബ്ലീസിന് പകരം, ഒറ്റ പിശാചിന് പകരം 1400 കൊല്ലത്തിനപ്പുറം മുഹമ്മദ് വരെ 1,00,000 ചില്ലാനം പ്രവാചകന്മാര്, 100 ഏട്, 4 കിതാബ്, ഇതൊക്കെ കൊടുത്തയച്ചിട്ട് മുസ്ലിങ്ങൾ എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 25% പോലും ഇല്ല. ഇപ്പോ ഈ 25% മുസ്ലിങ്ങളുടെ അകത്തളത്തെ കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ള പറഞ്ഞ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 2% വരുമോ? ഇല്ല. അള്ളാഹുവിന് ആരാധന ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ 98% മാൽ ഫംഗ്ഷൻ. നിങ്ങൾ പറ, അള്ളാഹു സർവശക്തനാണോ? അതോ അള്ളാഹു അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ശക്തിയും കഴിവും അറിവും ഉപയോഗിച്ചിട്ടാണ് ഈ 98% നരകത്തിൽ കൊണ്ടുവിടുന്നതെങ്കിൽ അള്ളാഹു സൈക്കോ ആണോ കാരുണ്യവാനാണോ? വിശ്വാസികൾ തീരുമാനിച്ചാൽ മതി.